ഹലോ, നമ്മളങ്ങനെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ചെയ്യാൻ പോകുന്നത് ബീഫ് ഉലർത്തിയതാണ്. ഇപ്പോൾ ഇത് കാണുന്ന ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബീഫാണ്. ഇതിലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വലിപ്പത്തിന് ഇതിപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു റെഡ് മീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതൊക്കെ പയ്യെ നമുക്കൊന്ന് അരിയാം. ആദ്യം നമ്മളെടുത്തിരിക്കുന്ന ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള സവോള ക്വാണ്ടിറ്റി അത് അരിഞ്ഞ് ചെറിയ ഞങ്ങൾ വളരെ നേർത്തായിട്ടാണ് അരിയുന്നത്. ഒരു വലിയ ചിലർ നല്ല മുഴുത്ത പീസുകളായിട്ട് അരിയും, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ചെറുതായിട്ട് അരിയുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് ചെയ്യാം. ഇനി മുളക് പല രീതിയിൽ ആളുകൾ അരിയാറുണ്ട്. റൗണ്ടിൽ അരിയുന്നവരുണ്ട്, നീളത്തിൽ കീറിയിടുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു ചെരിച്ചാണ് വെട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട കറിവേപ്പില. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ആവശ്യത്തിന് നിങ്ങളിടുക. ഇപ്പം ഇട്ടിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പിട്ടിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ബീഫിലേക്ക് ഇതെല്ലാം കൂടെ നന്നായി യോജിക്കാൻ വേണ്ടിയാണ്. ഇത് മീറ്റ് മസാലയാണ്. പല കമ്പനികളുടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഈസ്റ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി തിരുമാൻ വേണ്ടിയാണ്. പിന്നെ കറിവേപ്പില ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഒരളവനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ കാണുമല്ലോ, ഇത്ര മീറ്റിന് ഇത്ര കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളത്. അതിനനുസരിച്ചിടുക. ഇനി ഇതൊരു 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇതെല്ലാം ഈ മീറ്റിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞു. 30 മിനിറ്റ് മാറ്റി വെച്ചിരുന്ന ബീഫ് നമ്മളിപ്പോൾ കുക്കറിലാക്കിയിട്ടുണ്ട്. ഒരു കൈക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പം ഞങ്ങൾ ഒഴിച്ചതിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ലേ, കാരണം എല്ലാ ഇറച്ചിയിൽ നിന്നും വെള്ളം തനിയെ ഒഴുകി ഇറങ്ങാറുണ്ട്. ആ വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ കറിവേപ്പില ഇങ്ങനെ കീറുന്നതിന് കാരണം അത് വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, കട്ട് ചെയ്യുക. പിന്നെ എല്ലാം ഇപ്പം വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ആയി വന്നപ്പോഴേക്കും സവോള ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ ബ്രൗൺ നിറത്തിലാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ബീഫ് ഇടും. പിന്നെ ഇത് കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടി ഒരു പിഞ്ച് സാൾട്ട് ഇട്ടാൽ സവോളയൊക്കെ വേഗം വരണ്ട് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സവോളയുടെ വെളുത്ത നിറം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഒരു മഞ്ഞ നിറം ഇതിലേക്ക് ഒന്ന് വരാൻ വേണ്ടി. ഇപ്പോൾ ഇത് നല്ലപോലെ ഒരു ബ്രൗൺ നിറത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ആ കുക്കറിൽ നിന്ന് എടുത്ത ബീഫ് ഇട്ട് ഇനി ഉലർത്താൻ പോവുകയാണ്. ഉലർത്ത് മസാല ആണ് ഇതിലേക്ക് ഈ വെള്ളം ഒന്ന് ഇച്ചിരി വറ്റി കഴിയുമ്പോഴേക്കും ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വളരെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇത് കിട്ടുമെങ്കിൽ ഈ ഉലർത്ത് മസാല വാങ്ങിച്ചൊന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിലേക്ക് കുറച്ച് മുമ്പ് ഒരു ഗരം മസാല കൂടി ഇട്ടിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അത് ആവശ്യത്തിന് മാത്രം, വളരെ കുറച്ചേ ഞങ്ങൾ ചേർത്തുള്ളൂ. ഇപ്പോൾ ഇടുന്നത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. അപ്പം ഇത് ഇട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ സ്പൂണുണ്ടല്ലോ, അത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ബീഫിന് ആവശ്യമായിട്ടുള്ള അളവിലാണ്. എല്ലാം ഞങ്ങളുടെ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള അളവിലാണ് എടുത്തത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇത്രയെല്ലാം ഉണ്ടാക്കിയിട്ട് എന്തിനാണ് തേങ്ങ മുറിക്കുന്നതെന്നല്ലേ. അത് ആക്ച്വലി ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. തേങ്ങ ഇങ്ങനെ കൊത്തി നമ്മൾ അരിയുമല്ലോ, ചെറിയ തേങ്ങാക്കൊത്ത് ആദ്യം വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുക്കറിൽ ഇടേണ്ടതായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ഇത് വേഗം വാങ്ങിച്ചിട്ട് വന്നതാണ്.
ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. കോക്കനട്ട് ഓയിലിൽ ഒന്ന് ചെറിയ ബ്രൗൺ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ ഉലർത്തി വെച്ചിരിക്കുന്ന ഈ ബീഫിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്താലും മതി. അതിന് യാതൊരു ടേസ്റ്റിൻ്റെ കുറവും ഉണ്ടാകത്തില്ല. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ അകത്ത് നിന്ന് തിരഞ്ഞെടുത്ത് കഴിക്കുമായിരുന്നു. സോ നിങ്ങളിങ്ങനെ തേങ്ങാക്കൊത്തിടാൻ മറന്നാൽ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ഉലർത്ത്.